ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിളിച്ചിരുത്തിയ ആൾ, ഇപ്പൊ എനിക്ക് തൊട്ടു മുൻപ് സംസാരിച്ച് അവസാനിപ്പിച്ച വ്യക്തി, അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്കകത്തുള്ള വസ്തുതാപരമായ പിശക് ഉണ്ടായ ഘട്ടത്തിൽ അവതാരകൻ അത് തിരുത്താൻ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ അവസരത്തിൽ എനിക്കത് പറഞ്ഞു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഒന്ന്, പൂക്കോട് വെറ്റിനറി കോളേജിനകത്ത് ഉണ്ടായത് ഒരു മരണമല്ല, ഒരു കൊലപാതകമല്ല, മറിച്ച് അതൊരു ആത്മഹത്യയാണ് എന്നുള്ളത് അതിനുശേഷം നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ മുഴുവൻ തറപ്പിച്ച് പറഞ്ഞ് കുറ്റപത്രം ഉൾപ്പെടെ അന്വേഷണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അവിടെ പൂക്കോട് വെറ്റിനറി കോളേജിനകത്തുണ്ടായ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടെ നടന്ന നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ തുടർച്ചയിൽ വന്ന CBIയുടെ ഉൾപ്പെടെയുള്ള കണ്ടെത്തലുണ്ട്. കേരളത്തിന്റെ മുൻ ഗവർണർ നിയോഗിച്ച ഈ പറഞ്ഞ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ സമിതി അവർ നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയിലുള്ള കണ്ടെത്തലുണ്ട്. വിദഗ്ധമായ വൈദ്യ പരിശോധനകളുടെ റിസൾട്ട് നമ്മുടെ മുൻപിലുണ്ട്. അവയെല്ലാം തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യയാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതിലുള്ള വസ്തുതാപരമായ പിശക് സൂചിപ്പിക്കുകയാണ്. 2, അദ്ദേഹം അതിനകത്ത് അനാവശ്യമായി SFIയെ കോട്ട് ചെയ്യുന്ന നിലയുണ്ടായി. അതിൽ ഇന്ന് കോട്ടയത്തെ ഇൻസിഡന്റിൽ ഉൾപ്പെടെ അദ്ദേഹം SFI അതുമായി ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി. നേരത്തെ ഈ പറഞ്ഞ അതിൽ പ്രതികളിൽ ഒരാളായിട്ടുള്ള വ്യക്തി ഉൾപ്പെട്ടിട്ടുള്ള സംഘടന ഞങ്ങളുമായി ഒരു നിലയ്ക്കും ബന്ധമില്ലാത്ത സംഘടനയാണ്. SFIയുടെ എന്താ പറയുക സബ് കമ്മിറ്റിയാണ് എന്നൊക്കെ KSU ഇതര വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആരൊക്കെയോ പറയുന്നതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടു. ഞങ്ങൾ വീണ്ടും ഒന്ന് വ്യക്തമാക്കുകയാണ്, ഞങ്ങൾക്ക് അത്തരത്തിലൊരു സബ് കമ്മിറ്റി ഇല്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയെ അല്ല ആ ക്യാമ്പസിനകത്ത് ഈ പറഞ്ഞ പ്രതികളിൽ ഒരാളായിട്ടുള്ള ആൾ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള സംഘടന. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാരം, അതിന്റെ പഴി ഞങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. 2, പൂക്കോട് വെറ്റിനറി കോളേജിനകത്തുണ്ടായ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങൾ, അവിടെ നടന്ന ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം പൂർത്തീകരിച്ച് സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ SFI എന്ന 3 അക്ഷരം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി ഇവിടെ അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി തയ്യാറാകും. അത് ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നില്ല, വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാക്കിയ വിഷയമായിരുന്നില്ല എന്നുള്ളത് വീണ്ടും ആവർത്തിച്ചു പറയണം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അതിനപ്പുറത്തേക്ക് ആ CBI അങ്ങ് ഉൾപ്പെടെ പിന്തുണച്ച അല്ലെങ്കിൽ അങ്ങ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കടന്നു വന്ന CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ 16-ാം അധ്യായം 16.5 പാരഗ്രാഫ് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ ഈ സംവാദ മുറിക്കകത്തിരുന്ന് ഞാൻ പറയണം എന്ന ആഗ്രഹം അങ്ങേക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനകത്ത് കൃത്യമായി കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. CBI കുറ്റപത്രത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏത് ഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച്. ആ വിദ്യാർത്ഥി അവിടെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, ഏത് ഘട്ടത്തിലാണ് പ്രകോപിതരായ സഹപാഠികൾ, ആ പ്രകോപിതരായതിനകത്തും ഞങ്ങൾക്ക് വിരുദ്ധാഭിപ്രായമുണ്ട്. അങ്ങനെ ഒരാളെയും ആക്രമിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതിനകത്തും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല കേട്ടോ, ഒരു എതിരഭിപ്രായമില്ല. അവിടെ നടന്ന ആക്രമണത്തെ ആകെ തള്ളിപ്പറയുകയും അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് നിലപാട് സ്വീകരിച്ച ആളുകളോട് ഞങ്ങൾ. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇവിടെ വളരെ വൈകാരികമായിട്ടുള്ള പ്രതലം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയ ഘട്ടത്തിലും ഞങ്ങളത് അവിടെയും പറയാൻ വേണ്ടി പോയിട്ടില്ല. സഹപാഠിയായിട്ടുള്ള വിദ്യാർത്ഥിനിയോട് ഏത് നിലയിലാണ് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി പ്രവർത്തിച്ചത്, പെരുമാറിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ CBI കുറ്റപത്രത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് എന്നെ കൊണ്ട് വായിപ്പിക്കേണ്ടതില്ല. അങ്ങനെ വായിപ്പിക്കാൻ മെനക്കെടുന്നത് ഇനി നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച് വ്യക്തിപരമായി എന്റെ പേരെടുത്തുകൊണ്ട് ഞാൻ അവിടെ പോയി ഈ പറഞ്ഞ പ്രതികളെ സംരക്ഷിച്ചു എന്നുള്ളത്, പ്രതികൾക്ക് വേണ്ട പിന്തുണ കൊടുത്തു എന്നുള്ളത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? ഇദ്ദേഹം ഇതിനു മുൻപും എന്നെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മരിച്ചുപോയ മകൻ പണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ ഫോണിൽ പറയാറുണ്ടായിരുന്നു പോലും, ആർഷോ ചേട്ടൻ ഹോസ്റ്റലിലുണ്ട്, തൊട്ടപ്പുറത്തെ മുറിയിലുണ്ട്, ആർഷോ ചേട്ടൻ അവിടെ ഉണ്ട് എന്ന് എന്നോട് ഉണ്ടായിരുന്നു പോലും. ഞാൻ അങ്ങനെ PM ആർഷോ പോയി നിന്നിട്ടാണ് അവിടെ കേസ് നേതൃത്വം കൊടുത്തതെന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞയാളല്ലേ ഇദ്ദേഹം. ഇത്രയും കാലത്തിനിടയിൽ അങ്ങേക്ക് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞോ? അങ്ങയുടെ കയ്യിലുള്ള തെളിവ് മുഴുവൻ CBIക്ക് പറഞ്ഞിരുന്നത് എന്നിട്ട് CBIക്ക് കൊടുത്തോ? CBI എന്നെ പ്രതി ചേർത്തോ? CBI എന്നെ കൊണ്ടുപോയി തുറങ്കിലടച്ചോ? ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള വൈകാരികതയും മാനിച്ചുകൊണ്ട് തന്നെ പറയാണ്, ആവർത്തിച്ച് RSS പോലുള്ള സംവിധാനങ്ങളുടെ കൂടായിരുന്നുകൊണ്ട് SFI ബഹുമാനത്തോടെ നിന്റെ യൂണിറ്റ് പ്രസിഡന്റ് റൂമിലോ വന്നു കഴിഞ്ഞാല് രാവിലെ വൈകുന്നേരം അവൻ അടിവസ്ത്രത്തിലല്ലോ നിർത്തിയിട്ടുള്ളത്. അതിന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ താങ്കളുടെ വായിൽ വരാത്തത്? അതിനെക്കുറിച്ച് വാക്ക് പറയാത്തത്? 7 മാസം വരെ അവരുടെ റൂമിൽ വന്നിട്ടുണ്ടോ? നിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അരുണിന്റെ റൂമിൽ വന്നിട്ട് രാവിലെ വൈകുന്നേരം അവനെ ഷട്ടിപ്പറന്ന് നിർത്തിയിട്ടുള്ള യൂണിറ്റ് പ്രസിഡന്റ് അരുണിനോട് ചോദിച്ചു നോക്കൂ. 7 മാസം വരെ
എന്തായാലും CBI കുറ്റപത്രം കൊടുത്തിട്ടുണ്ടല്ലോ. CBIയുടെ കുറ്റപത്രം അനുസരിച്ച് നീതിപൂർവകമായ വിചാരണ നടന്ന കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സംഭവത്തിൽ നമുക്ക് പറയാനുള്ളത്. CBI എന്നുള്ളത് കുടുംബത്തിന്റെ കൂടി ആവശ്യമാണ്. CBIയുടെ കുറ്റപത്രത്തിന് അനുസരിച്ചുള്ള ശക്തമായ നടപടികൾ വിചാരണ നടന്നതിന് ശേഷം സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെ അക്കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കാം. നമുക്ക് ആ വിഷയം വിടാം. ശരി, നമുക്ക് ആ വിഷയം വിടാം. വളരെ പ്രധാനപ്പെട്ട SFIയുടെ മെക്കിട്ട് കയറുന്നതിന് വേണ്ടിയും SFIയെ കുറിച്ച് എന്ത് തോന്നിവാസം പറയുന്നതിന് വേണ്ടിയും ആരെയും ചുമതല